DLX ആ ഒരു ഏരിയ പിടിച്ചു നിർത്തിയിട്ട് കളിക്കാനുള്ള പരിപാടിയാണ്. ആ ഒരു പൊസിഷൻ പിടിച്ചിട്ട് ഇറ്റാലിയ അടുത്ത കില്ലിന് വേണ്ടിട്ട് വരുന്നുണ്ട്. DLX വേഴ്സസ് ഇറ്റാലിയ നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റാലിയ ലോബി ഓടി നടന്ന് ലോബി ഡോമിനേറ്റ് ചെയ്ത് പോയിന്റ് ടേബിളിലേക്ക് വരാനുള്ള പ്ലാനാണ് ഇറ്റാലിയയുടെ. ഇറ്റാലിയ കില്ലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഒരു ഓടി നടന്നടിക്കുന്നു ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ സ്മോക്ക് എറിഞ്ഞ് ഓപ്പണിലോട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് അറിയത്തില്ല. എന്തായാലും DLX അവരെ കണ്ടിട്ടുണ്ട്. DLX അടിക്കുന്നുണ്ട്, DLX ടാഗ് കൊടുക്കുന്നുണ്ട്. അടുപ്പിച്ച് അങ്ങോട്ട് അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി നല്ല പോലെ തോന്നുന്നു. നമ്മളെ നോക്കുകയാണെങ്കിൽ ടുങ് സഹൂറിന് കിട്ടുന്നുണ്ട് അടി. ഇനി ക്രിക്കറ്റിലോ ബൊമ്പാലിലോ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ടുങ് സഹൂറിന് നല്ല അടിയിട്ട് ടുങ് സഹൂർ തിരിച്ചു കയറിയിട്ടുണ്ട്. സ്മോക്ക് വീഴുന്നുണ്ട് ഓപ്പണിലോട്ട്. സ്മോക്ക് ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്ക് കണ്ടറിയാം. ഇറ്റാലിയ വേഴ്സസ് RSS7 ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും ഫൈറ്റ് കമ്മിറ്റ് ചെയ്യണം, ആരായിരിക്കും ഫസ്റ്റ് നോക്കിടുന്നത് നമുക്ക് നോക്കാം. സോ വേറെ 6 ടീമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 6 ടീം. ആൻഡ് ഇവിടെ ടിവിക്ക് എന്തോ ഇംഗ്ലീഷ് ഒരു പയ്യൻ പറഞ്ഞത് UK ജോയിനിങ്. ഓക്കെ പെട്ടെന്ന് കേട്ടില്ല കേട്ടോ. UK ഇറ്റാലിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ഇത് മാപ്പ് മര്യാദക്ക് തിരിയുന്നില്ല, അതുകൊണ്ട് ഏത് ലൊക്കേഷൻ മനസ്സിലാവുന്നു. മാപ്പൊന്നും പറയണ്ട പാക്കു. നമുക്ക് നോക്കാം. UK മലയില് നമ്മുടെ ആ ഒരു DLX വീട്ടിന്റെ മേളില് നമ്മുടെ ഇറ്റാലിയ തറയില് ഇതിലാര് ഫസ്റ്റ് ഫൈറ്റ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഫൈറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു തേർഡ് പാർട്ടിയും ആ ഒരു ടൈം നടക്കും. എന്തായാലും മണ്ടത്തരം കാണിക്കൂലെന്നാണ് തോന്നുന്നത് ഈ ഒരു ടീം ഒന്നും. എന്തായാലും പൊസിഷൻ ടേബിളിൽ മേളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇറ്റാലി നല്ലപോലെ ട്രൈ ചെയ്യുന്നത്. സോൺ ചേഞ്ച് ആയിട്ടുണ്ട്. സോൺ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടോ? ഇവിടെ BL വേഴ്സസ് BVQ ആണ്. BL വേഴ്സസ് BVQ. BL 2 നോക്കിയിട്ടുണ്ട് BVQനെ. BL തൊട്ടുപുറകെ TV എത്തിയിട്ടുണ്ട്. ഇല്ല TV അല്ലല്ലോ, അവന്മാര് തന്നെയല്ലേ. ഓക്കെ ഞാൻ അവിടെ ഡ്രസ് ദൂരെ നിന്ന് ഡെൻഡറായപ്പോ TV ആണെന്ന് വിചാരിച്ചു. ഓക്കെ BVQ വേഴ്സസ് BL. BL പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് BL 2 പ്ലേയേഴ്സ് 2 നോക്കിയിട്ടുണ്ട്. TVA ലെഫ്റ്റിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. TVA വേഴ്സസ് BVQ വേഴ്സസ് BL ആവോ? ആ TVA BVQന്റെ ഒരു കില്ല് സെക്യൂർ ചെയ്യുന്നു. TVA വില്ലു ക്ലോസർ അടുത്തൊരു നോക്ക് കൂടെ സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ കറക്റ്റ് സമയത്ത് TVയുടെ ഒരു തേർഡ് പാർട്ടി കറക്റ്റ് സമയത്ത് BLലെ പ്ലേയേഴ്സിനെ അവരൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് അവർക്കൊന്ന് റിക്കവർ ആവാനുള്ള ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. TV കയറി വരുവാണ്. TV അടിക്കാൻ വരുന്നുണ്ട് BLനെ. BL വേഴ്സസ് TV ആണ് നടക്കുന്നത്. TVA വേഴ്സസ് BL. സാവേജ് അവിടെ നോക്ക് എടുക്കുന്നു. സാവേജ് ഇൻസ്റ്റന്റ് ഫിനിഷ് ചെയ്ത് കളയുന്നു. നീലൊരു നോക്ക് എടുക്കുന്നു. ഡെസ്റ്റോ അവിടെ നോക്ക് എടുക്കുന്നു. നീല അടുത്ത നോക്ക് എടുക്കുന്നു. നീല അത് ഫിനിഷ് ആക്കി കളയുന്നു. ആൻഡ് 2 പ്ലെയർ മാത്രം ബാക്കി BLന്. ഇറ്റാച്ചി അവിടെ നോക്ക് എടുക്കുന്നു. ഇറ്റാച്ചി ഫിനിഷ് ചെയ്യുന്നു. ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. 1 പ്ലെയർ മാത്രം ബാക്കി. ഇറ്റാച്ചി ജുഗ്രു അവിടെ നോക്ക് ഇടുന്നു. 1 പ്ലെയറിനെ കൂടെ. 1 പ്ലെയർ മാത്രം BLന്റെ ലാസ്റ്റ് പ്ലെയർ. BLനെ വൈപ്പ് ഓഫ് ആക്കി TVയുടെ തിരിച്ചു വരവ്. TVA അവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ഒരു സ്ക്വാഡ് വൈപ്പ് എടുത്ത് TVA തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് പോയിന്റ് ടേബിളിൽ നോക്കാം. തലയെവിട്ട് മതലോകം സെക്യൂറിംഗ് 10 കിൽസ് 10 കില്ല് സെക്യൂർ ചെയ്തുകൊണ്ട് ഇറ്റാലിയുടെ തൊട്ട് പുറകിലെത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം. ശരവണ ഭവൻ ബോസിന്റെ തൊട്ട് പുറകിലെത്തിയിരിക്കുന്നു. ആൻഡ് ഇറ്റാലിയ സ്റ്റിൽ ഡോമിനേറ്റിംഗ് ദ ലോബി വിത്ത് 23 ഫ്രാഗ്. ലാസ്റ്റ് 5 ടീംസ് 41 പേര് ലൈവാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ BVP കങ്ക ഓടുവാണ്. നമ്മുടെ കങ്ക ഓടി രക്ഷപ്പെട്ട് നമ്മുടെ പൊസിഷൻ ടേബിളിലോട്ട് കയറാൻ പൊസിഷൻ പിടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു BVQ. എന്തായാലും തങ്ക മാത്രം ബാക്കി BVQന്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇറ്റാലിയ ആ ഒരു ഏരിയ എന്നൊക്കെ മാറി ഈ ഒരു ഏരിയയിലോട്ട് ഒന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയ ഈ ഒരു ഏരിയ നല്ല കവളട്ട് നല്ല സംസാരം. ഓക്കെ സോ നോക്കുകയാണെങ്കിൽ UK ഇതുവരെ ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു UK ക്വാളിഫൈ ആവാനുള്ള രീതിയിലാണ്. പക്ഷെ UK ഓൾറെഡി ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ജയിലിന്റെ അടുത്തോട്ട് പോവാണ്. സോ ഇറ്റാലിയ ഇവിടെ ഹോൾഡ് ചെയ്യാണ്. കുറച്ചൊന്നും ഇറ്റാലിയ ഹോൾഡ് ചെയ്യാണ്. ഈ മാച്ച് ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുന്നു. അതുപോലെ RSS7 ഇവിടെ ഇതിന്റെ മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യാണ്. അവരും ഇതുവരെ ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് സോൺ ഒന്ന് നോക്കാം. സോണിലേക്ക് നോക്കുവാണെങ്കിൽ
TV ഏതാ സോണിന്റെ ഒരു സെൻട്രൽ പോർഷനിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇറ്റാലിയം ഏകദേശം ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു പ്ലെയർ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. BVQലെ അവസാനത്തെ പ്ലെയർ, BVQ ക്വാളിഫൈ ആവാനുള്ള അവസാനത്തെ ശ്രമങ്ങൾ. RZ7 ഇവിടെയാണ്. ആൻഡ് അതുപോലെ നമ്മുടെ അൺനോൺ വളരെ 4 പേര് വളരെ സ്പ്ലിറ്റാ. 4 പേര് ഇവിടെ, 5 പേര് ഇവിടെ, 4 പേര് ഇവിടെ, ഒരാൾ ഇവിടെ. നടുക്കൊരുത്തൻ എന്താണ് സർവൈവ് ചെയ്യാനായിരിക്കും. പക്ഷേ ഓക്കെ, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ കഴിഞ്ഞ കളിയിൽ DNA ആ ഒരു സ്ട്രാറ്റജി ഞാനാണെങ്കിൽ പറഞ്ഞ് RZ7 അല്ലെന്നോ ബ്രോ? TVയുടെ ഏത് ലൈനപ്പ് കളിച്ചാലും TV എന്ന് തന്നെയാണോ പറയണത്? RZ7ന്റെ ഏത് ലൈനപ്പ് കളിച്ചാലും RZ7 തന്നെയല്ലേ പറയണ്ട? അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ വരുന്നതാ DLX RZ7 എന്നുള്ള രീതിയിൽ. എന്താ അവര് RZ7-ലുള്ളതല്ലേ? സോ നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ UK റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. UK ഒരുമിച്ച് തിരിച്ചൊന്ന് റീയുണൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. ഇറ്റാലിയ UK ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റാലിയ UK കുറച്ച് പേരെ കണ്ടും തോന്നുന്നു ആ പ്രസിഡന്റ് വരുന്നത്. UK പക്ഷേ അത് ഭയങ്കര മണ്ടത്തരമായി പോയി UKയുടെ സൈഡിൽ നിന്ന്. UK ഇത്രയും നന്നായിട്ട് കളിച്ചു വന്ന UK രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. എന്തായാലും നമുക്ക് നോക്കാം. പറഞ്ഞ നല്ലൊരു ഗൺ പവർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പിടിയില്ല. സോ അവരുടെ TV ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. TV ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റീവ് തിരിച്ചു വന്നിട്ടുണ്ട്. സ്റ്റീവ് വീണ്ടും കത്തിപ്പോയായിരുന്നു. യുകെയിലെ കുറച്ച് മെമ്പേഴ്സ് TVയുടെയും ഇറ്റാലിയുടെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു സെക്കൻഡ് ഒന്ന് പറയാം. എന്റെ ഫുഡ് ഓക്കെ നമ്മുടെ ഹോസ്റ്റലിൽ ഫുഡ് വന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇറ്റാലിയ വരുന്നുണ്ട്. ഇറ്റാലിയ സ്റ്റിൽ ആ ഒരു ഏരിയയിൽ നമ്മുടെ UK-നെ പിന്നെ കാണാത്തോണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും ഫുള്ളി അങ്ങ് കമ്മിറ്റ് ചെയ്യുന്നില്ല UK-ന്റെ അടുത്തോട്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ TVയെ UK വീണ്ടും അവിടുന്ന് മാറുന്നുണ്ട്. TV ഈ ഒരു ഏരിയയിലോട്ട് വരുന്ന നമ്മൾ കണ്ടായിരുന്നു. TV നോക്കുകയാണെങ്കിൽ TV ഈ ഒരു സ്ഥലത്തോട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. സോൺ മാറിയിട്ടുണ്ട്. സോൺ മാറാൻ ഇനി പുതിയ സോൺ വന്നു. പുതിയ സോൺ ആണല്ലേ? ഓക്കെ, സോൺ നോക്കുവാണെങ്കിൽ സോണിന്റെ ഒരു വശത്ത് നമ്മുടെ UK, വേറൊരു വശത്തും വീണ്ടും UK, വേറൊരു വശത്തും വീണ്ടും UK. സോ നോക്കട്ടെ, ഇറ്റാലിയും TVയും മാത്രമാണ് നമ്മുടെ സോണിന്റെ അകത്തുള്ളത്. DLX-ന് ഇനി സോണിന്റെ അകത്തോട്ട് കയറി സോൺ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തോ കറന്റ് TVയും ഇറ്റാലിയയും അതുപോലെ തന്നെ UK-യും സോണിനകത്തുണ്ട്. ബാക്കി ടീമുകളൊക്കെ സോണിനോട്ട് വരുന്നുള്ളൂ. ഇത് എന്തൊരു റൊട്ടേഷൻ എനിക്ക് മനസ്സിലാവണില്ല. ഇവര് എങ്ങനെ കറങ്ങി ഇവിടെ വരെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. UK-യുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. സോ എല്ലാ ടീമും സോൺ ഇൻ ചെയ്യാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടീം എല്ലാം കൂടെ സോൺ ഇൻ ചെയ്താൽ എന്തായാലും ഒരു അടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5 ടീമും 41 പ്ലേയേഴ്സ് ആണ് ലൈവ്. ജസ്റ്റ് നമ്മുടെ BVQലെ ടീമിൽ ഒരു പ്ലെയർ ബാക്കി. അതെ, ബാക്കി എല്ലാ ടീംസിലും കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ബാക്കി. സോ ഇറ്റാലിയയിലും TVയിലും ഫുൾ പ്ലേയേഴ്സ് ഉണ്ട്. DLX-നും ഫുൾ പ്ലേയേഴ്സ് ഉണ്ട്. അതേപോലെ പിന്നെ UK-ല് ഫുൾ ഉണ്ട്. ഓക്കെ, UK-ല് ഫുൾ ഉണ്ട്. BVQ മാത്രമാണ് ജസ്റ്റ് 1 പ്ലെയർ. സോ നോക്കുകയാണെങ്കിൽ ഒരു 4 ടീമും ഫുള്ളി പാക്ഡ് ആണ്. അവരിനി ആരൊക്കെ ഇനി എവിടെയൊക്കെ ഫൈറ്റ് എടുക്കും നമുക്ക് കണ്ടറിയാം. ആരൊക്കെ ഫൈറ്റ് എടുക്കും, എവിടെ തേർഡ് കിട്ടും, ആര് ചാമ്പ്യൻ ആവും നമുക്ക് കണ്ടറിയാം. കുറച്ച് 666 ഡ്രേക്ക് പോടാ മുണ്ടച്ചുമനെ കഴിവില്ലാത്ത പട്ടി. തേർഡ് പാർട്ടി ഉള്ളിൽ കളിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിനക്ക് ഇത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അടി തുടങ്ങി. യുകെയും DLX തമ്മിൽ ചെറിയ അടിപൊട്ടിട്ടുണ്ട്. DLX പറകില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേൾക്കാവോ? ഹലോ, ഇവിടെ UK-യുടെ പ്ലെയറിനെ ഇറ്റാലിയ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മട ഇറ്റാലിയക്ക് 1 കില്ലും കൂടി അവിടെ UK-യുടെ വഴി സെറ്റ് ആവുന്നു. നമുക്ക് നോക്കാം. തീർന്നു, ബാക്കി പറഞ്ഞോളൂ. DLX പുഷ് ചെയ്യുന്നുണ്ട്. എവിടെയാണെന്ന് കാണിക്കാവോ? പാക്കു കാണുന്നില്ല. പാക്കുവിന് കണ്ണ് കാണുന്നില്ല. പാക്കു കണ്ടിരിക്കുന്നു. യെസ്, DLX-ന്റെ അടുത്ത് വേറെ ആരുമില്ല. ആരാണ് നമ്മളെ പറ്റി? ഈ പാറ അടുത്തുണ്ട്. അതെ,
അങ്ങനെ നല്ലൊരു കോൾ ഔട്ട് ഫ്രം സ്പൈ. നോക്കുകയാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഫൈനൽ ലാസ്റ്റ് ഫൈവ് ടീംസ് ഫൈനൽ ബാറ്റിൽ. അവിടെ ഒരു പരുന്തിന്റെ സൗണ്ട് കേട്ടോ ടി വി എന്ന് പറഞ്ഞപ്പോ. UK TV എടുത്തോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയി. UK versus TVA. ഡെസ്ട്രോ ശരിയായ ഹെഡ് അടി. TV ഡെസ്ട്രോ അവിടെ നോക്ക് എടുക്കുന്നു. ആൻഡ് വില്ലു പ്രൊഫസർ അടുത്തൊരു നോക്ക് എടുക്കുന്നു. ആൻഡ് UK-ലെ 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. UK-യുടെ 3 പ്ലേയേഴ്സ് തിരിച്ച് ബാക്ക് ഓഫ് ആവുകയാണെന്ന് തോന്നുന്നു. ഹിമോ ഗോഡിന് നല്ല ടാപ്പ് കൊടുക്കുന്നു. നീൽ അവിടെ നോക്ക് ഇടുന്നു. ആൻഡ് UK ബീച്ച് അവിടെ അടുത്തൊരു നോക്കിടുന്നു. ആൻഡ് UK-യുടെ ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. ഇറ്റാലിയെ തൊട്ട് ബാക്കി RSL7 എത്തിയിട്ടുണ്ട്. RSL7 ഡെസ്ട്രോ അവിടെ കില്ല് ഫിനിഷ് ഓഫ് ആക്കുന്നുണ്ട്. RSL7 സൈഡിൽ നിന്ന് TVക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. RSL7 versus TVA. ആൻഡ് അഗൈൻ TVA സെക്യൂറിംഗ്. എത്ര TVയുടെ കില്ല് അപ്ഡേറ്റ് ആയിട്ടില്ല. ആൻഡ് DLX versus TVA. പൊസിഷൻ വീണ്ടും അവര് ഇതാക്കുന്നു. ടിവിയുടെ കിൽ പോയിന്റ് അപ്ഡേറ്റ് ആയിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പോഴത്തെ ഒന്നും അപ്ഡേറ്റ് ആവുന്നുണ്ട്. 45 പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുകെയുടെ. TVA തലവിട്ട് മാത്രമല്ല വിത്ത് 15 kills ആൻഡ് ഇറ്റാലിയ വിത്ത് 24 kills. ഇറ്റാലിയാണ് കറന്റ് ലോബി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 കില്ല് അടിച്ചിട്ടുണ്ട്. ആൻഡ് ടിവിയെ നോക്കുകയാണെങ്കിൽ 15 കില്ലോട് കൂടി ടിവിയെ തലവിട്ട് മതലോകം. ശരവണ ഭവൻ ബോയ്സ് വിത്ത് 11, ബ്ലഡ് ലൈൻ വിത്ത് 7, കാസർഗോഡ് വിത്ത് 5, ബക്ക വിത്ത് 0, BVQ വിത്ത് 0, RSS7 0, അൺനോൺ 0 ആണ് കറന്റ് ഉള്ളത്. നോക്കാം. ഇറ്റാലിയ TVയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TVയെ നല്ല ഓപ്പണിലാണ്. ഇറ്റാലിയ സ്പോട്ട് ചെയ്തിട്ടുണ്ട് TVയെ. ആൻഡ് സോൺ നമുക്ക് UK ആണല്ലേ. UK സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോൺ നമുക്ക് നോക്കാം. ഇറ്റാലിയുടെ അടുത്തേക്ക് TVയെ വരുന്നുണ്ട്. RSS7 സ്റ്റിൽ സോൺ ഔട്ട് ആണ്. ആൻഡ് DNAയിലെ ഒരു പ്ലെയർ, BVQ ഒരു പ്ലെയർ സോൺ ഔട്ട് ആണ്. ആൻഡ് UK-യിൽ 4 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഒരു ഇറ്റാലിയ വേഴ്സസ് ടിവിയാണ് കാണാൻ പോകുന്നത്. അടി പൊട്ടിട്ടുണ്ട്. ആര്? ഇറ്റാലിയ വേഴ്സസ് TVA നല്ല ടാഗ് കിട്ടുന്നുണ്ട്. TVA മെമ്പേഴ്സിന് നല്ല ടാഗ് കിട്ടുന്നു. ആ ഒരു ഏരിയ വിട്ടുപോകാനാണ് ഇറ്റാലിയ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടിവി ആണെങ്കിൽ നോക്കുവാണെങ്കിൽ നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. ഇറ്റാലിയ ആ ഒരു ഏരിയ പോകുമ്പോൾ DLX വരുന്നു. RSS7 വരുന്നു തൊട്ടുബാക്കിന്ന്. സോ ഇറ്റാലിയ ഒരു പെട്ട അവസ്ഥയിലാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും DLX ഓർ RSS7 ആ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. ഇനി ഒരു തേർഡ് പാർട്ടി ഉള്ള ഒരു ടൈം ആർക്ക് കിട്ടുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും ഒരു ടീമിന് എന്തായാലും നല്ലൊരു തേർഡ് പാർട്ടി അടി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ടിവിയെ RSS7 നല്ലപോലെ ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. RSS7 എന്തായാലും ആ ഒരു അടി കൊണ്ടിട്ട് ഇറ്റാലിയയുടെ സൈഡിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ RSS7 ആണ് ഇപ്പോൾ ഒരു പണി പാളിയ ഒരു അവസ്ഥയിലിരിക്കുന്നത്. സോണിലോട്ട് കയറണം എന്നാൽ നല്ലപോലെ ഓപ്പണുമാണ്. സോ എങ്ങനെ RSS7 ആ ഒരു സോണിന് ആവാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. സോ ലെറ്റ്സ് സീ. UK ഇപ്പോഴും ജയിലിന്റെ അടുത്ത് സേഫാണ്. UK നല്ലൊരു പൊസിഷൻ വേണ്ടി കളിക്കുന്നുണ്ട്. UK നല്ല സെൻസിബിൾ ആയിട്ട് അവരവിടെ റിജ് കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. TVA versus Italia versus RSL7 versus UK. The final zone, the final battle versus BVQ ഉണ്ട്. ഒരു പ്ലെയർ ഉണ്ട്. RSL7 അവിടെ സോണിലേക്ക് എൻ്റർ ചെയ്യുന്നു. സ്മോക്ക് ചെയ്ത് സോണിലേക്ക് എൻ്റർ ചെയ്യുന്നു. RSS7 നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഇറ്റാലിയ അടുത്തോട്ടാണ് വരുന്നോണ്ടിരിക്കുന്നത്. ഇറ്റാലിയ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. RSS7 നോക്കുവാണെങ്കിൽ നല്ലപോലെ പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. നല്ലപോലെ സ്മോക്ക് ഇട്ട് വീണ്ടും മുന്നോട്ട് കയറാനാണ് നോക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ TV എന്ത് ചെയ്യുന്നു നമുക്ക് കണ്ടറിയാം. എന്തായാലും TV അവരൊരു ഫൈറ്റ് എടുക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്ലേയേഴ്സ് എല്ലാം RSS7 നോക്കുന്നു, കുറച്ച് പ്ലേയേഴ്സ് എല്ലാം TVയെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്ന് RSS7 നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട്. RSS7 സ്മോക്ക് തീർന്നോന്ന് അറിയത്തില്ല. എന്തായാലും നല്ലപോലെ സ്മോക്ക് ഇട്ടാണ് കളിക്കുന്നത് RSS7. ഇനി ആരിവിടെ ഫൈറ്റ് എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് സീ. DLX versus TVA versus Italia versus UK versus BVQ ആണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോൺ TVക്ക് ഫേവറബിൾ ആയിട്ട് TVക്കും അതുപോലെ UKക്കും ഫേവറബിൾ ആയിട്ട് സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റാലിയക്കും അതുപോലെ RSS7 സോണിലേക്ക് വരണം. ഇറ്റാലിയ സോണിലേക്ക് വരുന്നുണ്ട്. അവർ TV ഇവിടെ എത്തി. TV versus ഇറ്റാലിയ. നീലകണ്ഠൻ ആദ്യത്തെ നോക്കെടുത്തു. തരകിനെ നോക്കുന്നു നീലകണ്ഠൻ.
ഫരകിനെ ഡെസ്ട്രോ അടുത്തൊരു നോക്ക് എടുക്കുന്നു. ഡെസ്ട്രോ തൊട്ടുബാക്കിൽ RSS വരുന്നു. RSS തൊട്ടുബാക്കിൽ വരുന്നു. സ്റ്റീവ് അസ്രയേൽ അവിടെ നോക്കിടുന്നു. ആൻഡ് RSS ഇറ്റാലിക്ക് അവിടെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. സ്നൈപ്പ് അടുത്തൊരു നോക്കിടുന്നു. സ്നൈപ്പ് ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ചാരൻ അവിടെ നോക്കിടുന്നു. ചാരൻ അടുത്തൊരു നോക്കിടുന്നു. RSS വേഴ്സസ് അടുത്തത് RSS വേഴ്സസ് TV ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്നൈപ്പ് അവിടെ നോക്കായി. സ്റ്റീവ് അസ്രയേൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് പോയി. അതൊരു ഓവർ പുഷ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ ടിവിയെ ഗേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. കുറുപ്പിടാനി ഡോർക്ക് അടിക്കുന്നു. കുറുപ്പിടാനിക്ക് നല്ല ടാഗ് കിട്ടുന്നു. കുറുപ്പിടാനി 1 HP. സ്റ്റീവ് അസ്രയേൽ അവിടെ DLX ഒരു പ്ലെയറിനെ നോക്കിയിട്ടുണ്ട്. കുറുപ്പിടാനിയെ കയറി അടിക്കുന്നു. പക്ഷെ ഡോർക്കി അവിടെ പോയി ഒരു നോക്ക് ഡൗണിനുള്ള ശ്രമം. ഡോർക്കി അവിടെ നോക്കിട്ടു. ചാരൻ തിരിച്ചൊരു നോക്കിടുന്നു. തിരിച്ചൊരു നോക്കിടുന്നു. ഡെസ്ട്രോ ടിവിയെ വട്ടത്തിൽ വന്ന് കറങ്ങി തിരിഞ്ഞടിക്കുന്നുണ്ട്. RSS ഗ്രീസ്മാൻ DLX ഗ്രീസ്മാൻ മാത്രം ഒരാൾ ഡ്രീം അവിടെ പോച്ചക്കകത്തിരിക്കുന്നു. ആൻഡ് ടിവിയില് UK കറക്റ്റ് സമയത്ത് സോണിലേക്ക് ടൈംലി ഇന്റർഫിയറൻസ് UK അവിടെ നല്ല രീതിയിൽ ടൈം എടുത്ത് കളിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഇവിടെ UK തിരിച്ചു വന്നു. UK അടിച്ചോടിച്ചു വിടുന്നു ടിവിയെ. അവിടെ ടീമുകള് ഇവിടെ ഒരാൾ പോച്ചയിലിരിപ്പുണ്ട്. പോച്ചയിലിരിക്കുന്നു. ആൻഡ് UK ഇവിടെ എത്തി. എല്ലാരും 5 ടീം ഇപ്പോഴും എലയുവാണ്. 5 ടീം ഇപ്പോഴും എലയുവാണ്. നീല സ്റ്റീവ് അസ്രയേൽ അവിടെ നോക്കിടുന്നു. ഇപ്പൊ സോണിൽ ഭരിച്ചു. ഡെസ്ട്രോ എടുക്കുന്നു. UK വായ്പായിരിക്കുന്നു. എന്റെ മോനെ 3 ടീമുകൾ മാത്രം ബാക്കി. 3 ടീം DLX ഇവിടെ RSS ഒരു ഡ്രീം ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. സ്പോട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. BVQ അവസാനത്തെ പ്ലെയർ ഡ്രീം ആടിക്കൊണ്ട് ഓടുന്നു. ഡ്രീമിനെ നീല് ഫിനിഷ് ചെയ്യുന്നു. RSS അവിടെ TV വൈപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് BVQ ഒരു പ്ലെയർ മാത്രം ബാക്കി. TVയെ ഡോമിനേറ്റിംഗ് ദ ലോബി വിത്ത് 33 കിൽസ്. TVയെ 33 കില്ലോട് കൂടി ലോബി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ പ്ലെയറിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. 34ാമത്തെ കില്ല് TVക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. 34ാമത്തെ 34 എന്ന് പറയുമ്പോ എന്തായാലും ഒരു 100 പോയിന്റ്സ് പോയിന്റ്. അതെ, 100 പോയിന്റ്സ് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ സോൺ ഔട്ടില് നമ്മുടെ കങ്ക ഈ ടൂർണമെന്റിൽ ആദ്യമായി 100 പോയിന്റ് സെക്യൂർ ചെയ്യുന്ന ഒരു ടീമായിട്ട് മാറാൻ പോവാണ്. തലപ്പെട്ടും അധോലോകം 100 പോയിന്റ്. ഈ ടൂർണമെന്റിൽ 100 പോയിന്റ് സെക്യൂർ ചെയ്യാൻ പോകുന്ന ടീം, ദ വൺ ആൻഡ് ഓൺലി ടീമായിട്ട് ഫസ്റ്റ് ടീം തലവെട്ടും അധോലോകം ഫിനിഷിംഗ് ഓഫ് വിത്ത് 33 ഫ്രാഗ് ബാക്ക് ടു ബാക്ക്. ആഷ്1 തലവെട്ടും അധോലോകം, ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം തലവെട്ടും അധോലോകം, പറയാതിരിക്കാൻ വയ്യ. 33 ഫ്രാഗോട് കൂടി തേർഡ് പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയിലും അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു തലവെട്ടും അധോലോകം വിത്ത് 33 ഫ്രാഗ്. 43 പോയിന്റ് ആണ് ഈ ഒരു മാച്ചിൽ അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. തലവെട്ടും അധോലോകം വിത്ത് 33 ഫ്രാഗ് ആൻഡ് 43 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഹാഷ്1 ഇറ്റാലിയ നോക്കുവാണെങ്കിൽ H5 വിത്ത് 26 കില്ലോട് കൂടി 29 പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. RSS നോക്കുവാണെങ്കിൽ 7 കില്ലോട് കൂടി 3ാം സ്ഥാനം സെക്യൂർ ചെയ്യുന്നുണ്ട് 12 പോയിന്റോട് കൂടി. ശരവണവൻ ബോയ്സ് നോക്കുകയാണെങ്കിൽ ആഷ്7 11 കില്ലോട് കൂടി 12 പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ലൈൻ ആഷ്6 ആണ് 7 കില്ലോട് കൂടി 9 പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. അൺനോൺ 4ാം സ്ഥാനത്താണ് 1 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. കാസർഗോഡ് #10 ആണ് 5 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. ബക്ക നോക്കുകയാണെങ്കിൽ #8 ആണ് 0 കില്ലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്. DNA നോക്കുകയാണെങ്കിൽ #9 ആണ് 0 കില്ലോട് കൂടി 0 പോയിന്റ് ആണ് അവരെടുത്തേക്കുന്നത്. ആൻഡ് നമുക്കിവിടെ പ്ലേയേഴ്സിനോടൊന്ന് നോക്കി നോക്കാം. ടീം ടിവിയെ ഡെസ്ട്രോ 6 കിലോടെ മുന്നോട്ട് നിൽക്കുന്നു. അതിന്റെ കൂടെ തന്നെ പിടിച്ചുകൊണ്ട് ടിവിയുടെ നീല് 6 കിലോടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ഇറ്റാലിയയിലെ ദ്രാഗ് 6 കില്ലാണ്. ഇവർ 3 പേരാണ് 6 കിലോടെ നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ സ്റ്റീവ് അസ്രയേൽ 5 കില്ലാണ് എടുത്തോണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടിവിയിലെ വില്ല് പ്രൊഫസർ 4 കില്ലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടിവിയിലെ സാവേജ് 4 കില്ല്, SPBയിലെ ലീവാണ് 3 കില്ല്, പിന്നെ ടിവിയെ ചേച്ചി 3 കില്ല്, ഇറ്റാലിയനിലെ ഷുക്കൂർ 3 കില്ല്, SPBയിലെ ഇമ്മോർട്ടൽ 3 കില്ല്, ഇറ്റാലിയ ഡെത്ത് 3 കില്ല്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷയ ഒരു മാച്ചായിരുന്നു എന്റെ പോലെ.
എന്താ പറയുക, ലാസ്റ്റ് അവിടെ നടന്നെന്ന് അറിയത്തില്ല. 4 ടീമിൽ നല്ല പോലെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമില് TVA ഇറ്റാലിയായിട്ട് ഒരു ഫൈറ്റ് എടുക്കുന്നു. ആ ടൈം തന്നെ RC7 വന്നിട്ട് ഒരു തേർഡ് പാർട്ടി എടുക്കുന്നു. അങ്ങനെ 2 ടീം കൂടെ ഫൈറ്റ് ചെയ്ത് ഇറ്റാലിയ വൈപ്പായിട്ട് TVA വീണ്ടും RC7 കൂടെ ഒരു ഫൈറ്റ് എടുക്കുന്നു. ആ ടൈമിൽ തന്നെ UK കയറി വരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ തങ്കണ്ണൻ സോൺ ഔട്ടിൽ പോകുന്നു. ഈ ടൂർണമെന്റ് തുടങ്ങി നമ്മൾ ലിസ്റ്റ് ഇട്ട സമയത്ത് തൊട്ട് എല്ലാ ഗ്യാങ്ങും ഒരൊറ്റ ഗ്രൂപ്പിനെയാണ് ദ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയ ഗ്രൂപ്പ് ഇ. ആ ഗ്രൂപ്പ് ഇയിൽ അത്രയും ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ 100 പോയിന്റ് സെക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ഈസി ടാസ്ക്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം തലയെവെട്ട് മധോലോകം. ആരും വന്നിട്ടുണ്ടോ ഇവിടെ? വന്നിട്ടുണ്ട്, 4 പേര് വന്നിട്ടുണ്ട്. 4 പേര് വന്നിട്ടുണ്ട്. തലയെവെട്ട് മധോലോകം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കേണ്ടതാണ് പ്ലീസ്. ഒന്ന് സംസാരിക്കണം പ്ലീസ്. 2 വാക്ക് ടൂർണമെന്റിനെ പറ്റി, നിങ്ങളുടെ മാച്ച് എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് സംസാരിക്കണം. ടൂർണമെന്റ് ഓവറോൾ പറയുകയാണെങ്കിൽ സൂപ്പറാണ്. ആകെ സീൻ വെച്ചാൽ ഈ ഓടി ഓടി മടുത്ത്, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയെല്ലാം അടിച്ചു തൂറ്റിക്കും. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടന്നോ? പ്ലാൻ അനുസരിച്ച് നീലൻ കോള് പറയും, നമ്മളത് കേൾക്കും, കളിക്കും, ഇത്ര തന്നെ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആരും അതായത് കോള് കേൾക്കാണ്ടോ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. നമ്മളെല്ലാം ഒരേ കോള് ഒറ്റ മൈൻഡിലാണ് കളിച്ചത്. അത് ഇത്ര കോൾ കൊടുക്കുന്ന നീലകണ്ഠനൊന്നും പറയാനില്ല. നീലകണ്ഠൻ അല്ല, ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാച്ചിൽ നമ്മള് പറഞ്ഞായിരുന്നു, നീ വെറുതെ വീണ്ടും വന്ന് ഷോ ഇറക്കുന്ന പോലെ ആവും. ഏത് എനിവേ കിടിലൻ കളിയായിരുന്നു, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി കളി. അപ്പൊ ഇനിയുള്ള സെമി ഫൈനൽസിലും ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് തക്കുടു. അല്ല, തലയെവെട്ടും അതോ ലോകം. തലയെവെട്ടും.